ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ച, ഇവിടുത്തെ കാലാവസ്ഥ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറി സമ്മറിൻ്റെ ആ ഒരു എന്താ പറയണ്ട ആ ഒരു തീവ്രത, ആ ഒരു വെയിൽ അതൊക്കെ കുറഞ്ഞു കേട്ടോ. ഇപ്പം ഇവിടെ കാറ്റാണ്, പിന്നെ ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വെയിൽ വല്ലപ്പോഴും ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിൽ വരും, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു? ഞങ്ങളിവിടെ ദൈവം അനുഗ്രഹിച്ച് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്, എല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. താങ്ക് യു. ഞങ്ങളുടെ ഒലീവ്സ് നല്ല പൂത്തലഞ്ഞ് നിൽക്കുന്നു കണ്ടോ. ഞങ്ങളുടെ മുയൽ കിടന്ന് ബോൾ കളിക്കുന്നുണ്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ സംഭവം കേട്ടോ. മുയലിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബോൾ കേട്ടോ. അപ്പോൾ നോക്ക് എന്തൊരു ഇൻട്രസ്റ്റ് ആണെന്ന് നോക്കി പുള്ളിക്ക്. പുള്ളിക്കാരന് ഈ ബോൾ ഇങ്ങനെ വെറുതെ കിടക്കുമ്പോൾ ഉണ്ടല്ലോ, എന്തോ ഉരുണ്ട സാധനം, എന്നാൽ പിന്നെ തട്ടിക്കളഞ്ഞേക്കാം എന്ന് എപ്പോഴും വിചാരിക്കും കേട്ടോ. എപ്പോഴും പിടിച്ച് കളിയാണ്. നോക്ക്, ഒരു കുഞ്ഞു പിള്ളേർ കളിക്കുന്ന പോലെ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മൃഗങ്ങളാണേലും എന്താ പറയണ്ടേ, അതുങ്ങളുടെ ഉള്ളിലും ഒരു എന്നാ പറയണ്ട, ഒരു കുഞ്ഞ് അല്ലേ, ഒരു ബാല്യമുണ്ട് ഉള്ളതായിട്ട് തോന്നുന്നു നമുക്ക് അല്ലേ. ഒരു കുഞ്ഞു കുട്ടി ഒളിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നേ. ആ ബോൾ എങ്ങോട്ട് പോകുന്നോ അങ്ങോട്ടെല്ലാം പുള്ളിക്കാരൻ ആ ബോളിൻ്റെ പുറകെ പോകും. പുള്ളിക്ക് എന്തൊരു വലിയ അത്ഭുതമാണ്, ഇതെന്ത് സാധനമാണ്. ഭൂമി ഉരുണ്ട പോലെ ഉരുണ്ടിരിക്കുന്നൊരു സംഭവം. പുള്ളി വിടത്തില്ല, പുള്ളി ഇങ്ങനെ നോക്കുക കേട്ടോ. കണ്ടോ, പുള്ളി ഇങ്ങനെ നിരീക്ഷിക്കും കുറേ നേരം. അതിനുശേഷം അതിൻ്റെ പുറകെ ഓടും. ഇതൊക്കെ തന്നെയാണ് പരിപാടി എപ്പോഴും. ഇതുണ്ടോ നമ്മുടെ പക്ഷികളൊക്കെ അവിടെ കിടന്ന്. ഞാൻ പക്ഷീനെയൊക്കെ എടുത്ത് ഷെഡിൽ നിന്ന് എടുത്ത് മുറ്റത്തോട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് വെയിലൊക്കെ കൊള്ളട്ടെ, വെയിൽ വരുമ്പോൾ വെയിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ്ട് നമ്മുടെ മൂലച്ചൻ കിടന്ന് ബോളിലിട്ട് കളിക്കുന്നു. ഇതാണ്ട് നമ്മുടെ പോണ്ട് മീനുകളെല്ലാം ഓടിക്കളിക്കുന്നു കേട്ടോ. ഈ പോണ്ട് ഇനിയിപ്പം കുറച്ച് വൃത്തിയാക്കാനുണ്ട്. മുഴുവൻ പായലാണേ, അതിൻ്റെ അടിഭാഗം മുഴുവൻ പായലാണ്. പക്ഷേ വൃത്തിയാക്കണമെങ്കിൽ ഒരു ദിവസത്തെ പണിയാണ് കേട്ടോ. അതിൻ്റെ സമയം വേണം. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ബാക്കി കേട്ടിരിക്കുന്ന അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ചക്ക വട്ടയപ്പം ഞാൻ രണ്ടാമത് ഒരെണ്ണോട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്നത്തെ അതിൻ്റെ ബാക്കി ഇരിക്കുന്നത്. പിന്നെ ഇന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനുള്ള അരിയും കാര്യങ്ങളും പിന്നെ ചിക്കനും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടോ. മുയൽ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഒരു 10 പ്രാവശ്യം വട്ടത്തിൽ ഓടും കേട്ടോ. രാവിലത്തെ എക്സസൈസ് ആണെന്ന് തോന്നുന്നു. അതിന് ശേഷം പിന്നെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ തപ്പി നടക്കുവേ. പക്ഷെ നല്ല സുന്ദരനല്ലേ അവനെ കാണാൻ. അവനിങ്ങനെ തപ്പി നടന്ന് എല്ലായിടത്തോടും തപ്പി നടന്ന് പിന്നെ നമ്മുടെ വാതൊക്കെ വന്ന് നിൽക്കും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി. കണ്ടോ, ഇങ്ങോട്ട് ഇങ്ങനെ എല്ലായിടത്തൂടെ മണം പിടിച്ച് ഇങ്ങനെ വരികയാണ് കേട്ടോ. പിന്നെ പക്ഷികൾ ചിലപ്പാണ് ഈ കേൾക്കുന്നത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാം എന്താ പറയണ്ടേ, അവനാ ബോളാണ്. അടുത്ത ബോളെ തന്നെ പിടിച്ചു കേട്ടോ. പുള്ളി എങ്ങോട്ട് തിരിഞ്ഞാലും അവസാനം ചെന്നെത്തുന്നത് ആ ബോളയിലാണ്. കണ്ടോ എന്നാ ഒരു പരിപാടിയാണ് നോക്കണേ. എന്താണ്ട് ഞാൻ ഇവിടെ മുറ്റമൊക്കെ നന്നായിട്ട് അടിച്ചു വാരി, പിന്നെ തുണികളെല്ലാം മുറ്റത്ത് കൊണ്ടിട്ടു കേട്ടോ. പിള്ളേർ നമ്മൾ പണ്ട് കളിച്ചുകൊണ്ടിരുന്ന പോലെ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുകയാണ്. എൻ്റെ നിന്ന് കുറേ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് പോയിട്ട് അവിടെ ഇടിക്കുകയോ ചതയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ, വെക്കേഷനാണല്ലോ ഇപ്പം. അപ്പോൾ അവർക്കും ഒരു സന്തോഷം. പിന്നെ ഞാനുണ്ടല്ലോ നേരത്തെ പറഞ്ഞല്ലോ ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ ആ തീരുമാനം അങ്ങ് മാറ്റുക കേട്ടോ. എപ്പോഴും ബിരിയാണിയൊക്കെ തന്നെയല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫ്രൈഡ് റൈസോ
ആ ഒരു രീതിയിൽ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. ഞാൻ വലിയ കുക്കൊന്നും അല്ല കേട്ടോ, എങ്കിലും പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് എന്നാ പറയണ്ടേ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അങ്ങ് ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ട് ഇരിക്കുന്നോ? ഞാനിവിടെ ഈ നെയ്യാണ് ആഡ് ചെയ്തിരിക്കുന്നത്. വല്ലപ്പോഴും ഇങ്ങനെ ഫ്രൈഡ് റൈസും ഒക്കെ കഴിക്കുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ കുർബാനയുടെ അന്ന് നമുക്ക് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം വെറൈറ്റി ആയിട്ട് കുറച്ചും കൂടി വെറൈറ്റി രീതിയിൽ ഉണ്ടാക്കുമ്പോഴത്തേക്കും അവർക്കതും ഒരു സന്തോഷം. പിന്നെ ഞാൻ നമ്മുടെ നാടൻ ബേ ലീവ്സാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും കൊണ്ടുവന്നതാണ്. പിന്നെ ഇതുണ്ടാക്കുന്ന രീതിയൊന്നും ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ എവിടെ യൂട്യൂബ് തുറന്ന് നോക്കിയാലും നമുക്കറിയാം ഫ്രൈഡ് റൈസ്, നെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഇത് സാധാരണ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നു, പിന്നെ കുറച്ച് പച്ചക്കറി കാര്യങ്ങളൊക്കെ ഇടുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ ദൈവം അനുഗ്രഹിച്ച് സുഖമായിട്ടിരിക്കുന്നു. ഇന്നെനിക്ക് ഓഫാണ്, ഹസ്ബൻഡിന് ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. ഇതുകൊണ്ട് ഇവിടെ ഭയങ്കര കാറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് കാറ്റ് ഇങ്ങോട്ട് വരും കേട്ടോ. ഈ അടുത്തുള്ള വീട്ടിലെ പനയാണേലും നമ്മുടെ സ്വന്തം പന പോലെ തന്നെയാണ് കേട്ടോ. ഞാനെപ്പോഴും ഈ പന പിന്നെ നമ്മുടെ വീഡിയോ കാണിക്കാറുണ്ട്. ഈ പന ഇവിടെ ഉള്ളത് നല്ലൊരു ഭംഗിയാണല്ലേ, നമ്മുടെ നാടിൻ്റെ ഒരു ഓർമ്മ പോലെ. പിന്നെ കാറ്റുണ്ടെങ്കിലും ഉണ്ടല്ലോ, ചെറിയ തണുപ്പേ ഉള്ളൂ, വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് സാധാരണ സിംഗിൾ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാം. രാവിലത്തെ പണികളും ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.